യൂട്യൂബിൽ ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ കണ്ടവരാണ് ഇപ്പോൾ മലയാളികളിൽ അധികവും. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളാണ്. ഒരാളുടെ സാധാരണ പ്രസവം കേരളത്തിൽ ഇത്ര വലിയ ചർച്ചയാവുന്നത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. പല പല സംഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നത്. കേരളത്തിലെ പ്രസവ സംവിധാനം അത്ര പോരാ, കൂടെയുള്ളവരെയോ സ്വന്തം ഭർത്താവിനെ പോലുമോ ഡെലിവറി റൂമിൽ കയറ്റാൻ സാധാരണക്കാർക്ക് പറ്റുന്നില്ല എന്നത് തുടങ്ങി പ്രസവ സമയത്തെ വേദന, എന്താണ് എപ്പിഡ്യൂറൽ, ഇതെടുത്താൽ വേദന ഒട്ടും ഉണ്ടാകില്ലേ, വേദന ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദിയ കരഞ്ഞത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ചിലർക്കൊക്കെ ഇത് കണ്ടതിന് ശേഷം അമ്മയായവരോടൊക്കെ ഒരു പ്രത്യേക ബഹുമാനം. എത്ര വേദന സഹിച്ചാണ് പ്രസവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഇത് കണ്ടപ്പോഴാണ് വന്നതത്രേ. ആണുങ്ങൾക്കാണ് ഈ തിരിച്ചറിവ് വന്നത്. ഈ കോലാഹലങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നാട്ടിലെ ആണുങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അവരുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രസവ സമയത്തെ കോലാഹലങ്ങൾ, വേദന, ചോരക്കളി ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയുമില്ല. സിനിമയിൽ കാണുന്നത് പോലെ ഭാര്യ ഉള്ളിലേക്ക് പോകുന്നു, നഴ്സ് കുട്ടിയുമായി പുറത്തു വരുന്നു. ഇത് മാത്രമാണ് പ്രസവത്തെക്കുറിച്ച് അവർക്കുള്ള ധാരണ. അതല്ലാതെ ഇത് കൂടെ നിന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. പൊതുവെ പ്രസവ വേദനയെ കുറിച്ച് പറയുമ്പോൾ ആണുങ്ങൾ അതുമായി ഇക്വേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു വേദനയുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അസ്ഥാനത്ത് ബോൾ കൊള്ളുമ്പോഴുള്ള വേദനയാണത്. അത്രയ്ക്കൊന്നും വരില്ലല്ലോ എന്ന് പറയും ആണുങ്ങൾ. പെണ്ണുങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ദേഷ്യം വരും. പൊതുവെ ഒരാളുടെ വേദന നമുക്ക് ഒരിക്കലും അതേ അളവിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ തീവ്രത മനസ്സിലാകും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രസവ സമയത്ത് ഒരാൾ വേദനിച്ച് അലറുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില നഴ്സുമാർ ദേഷ്യപ്പെടുന്നത്. പ്രസവ വാർഡിലെ നഴ്സുമാരുടെ സ്വഭാവവും ദിയ കൃഷ്ണയുടെ വീഡിയോയ്ക്ക് ശേഷം ചർച്ചയാകുന്നുണ്ട്. ദിയ കൃഷ്ണയുടെ വീഡിയോ വളരെ നന്നായി എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നല്ല വശങ്ങളാണ് കൂടുതലും. അത് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് കരുതുന്നവർ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരു റിയലിസ്റ്റിക് ഇമേജ് പ്രസവത്തെ കുറിച്ച് കിട്ടാൻ പീസസ് ഓഫ് എ വുമൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് കണ്ടാൽ മതി. നല്ല മനക്കെട്ടി ആവശ്യമാണ് ഈ സിനിമ കണ്ടിരിക്കാൻ. ഇപ്പോൾ വീട്ടിൽ വെച്ചുള്ള പ്രസവം ട്രെൻഡിംഗ് ആണല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ചിന്തിക്കുന്നവർക്കും കാണാൻ പറ്റിയ സിനിമയാണ്. പറഞ്ഞു വരുന്നത് ദിയ കൃഷ്ണയുടെ വീഡിയോയിൽ കാണുന്ന അത്ര പോലും എളുപ്പമല്ല ഈ പ്രസവം പലർക്കും എന്നതാണ്. ആ സമയത്ത് കൂടെ ഒരാൾ ഉണ്ടാവുക എന്നത് വളരെ വലിയ കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സ്ത്രീകൾക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഭാഗ്യം വേറൊരാൾക്ക് കിട്ടുന്ന വീഡിയോ കണ്ടപ്പോൾ അത് അവർ ആഘോഷിച്ചത്. പൊതുവെ ഡെലിവറി, നൂലുകെട്ട്, സ്കൂളിൽ പോക്ക് ഇതൊക്കെ കോണ്ടന്റ് ആക്കുന്നവരോട് കാണിക്കുന്ന പുച്ഛം ഈ വീഡിയോയ്ക്ക് അങ്ങനെ നേരിടേണ്ടി വരാഞ്ഞതും ഈ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. ശ്വേതാ മേനോന്റെ കളിമണ്ണ് സിനിമ നടന്ന കാലഘട്ടത്തിൽ നിന്നും എന്തായാലും മലയാളികൾ മാറിയിട്ടുണ്ട്. സ്വന്തം പ്രസവത്തെ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുക തന്നെയാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നതെങ്കിലും പ്രസവം എന്നതിനെ അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് കൂടി അനുഭവിപ്പിക്കുക എന്ന സാമൂഹിക വശം രണ്ടിനുമുണ്ടായിരുന്നു. എന്നാൽ കളിമണ്ണിലെ ആ സാമൂഹിക വശത്തെ ആളുകൾ പുച്ഛിച്ചു. ഇന്നിപ്പോ ദിയ കൃഷ്ണ ആ സാമൂഹിക വശം ഉദ്ദേശിച്ചോ എന്ന് പോലും ഉറപ്പില്ലെങ്കിലും ആളുകൾ ആ ഒരു പോയിന്റ് എടുത്തു പറഞ്ഞ് ആ വ്ളോഗിനെ അഭിനന്ദിക്കുകയാണ്. എന്ത് തന്നെയായാലും പ്രസവത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കാൻ ആ വ്ളോഗ് കാരണമായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. പ്രസവ സമയത്ത് തനിക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്ന് പോലും അറിയാതെ വല്ലാത്തൊരു അവസ്ഥയിൽ പ്രസവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. വേദന കുറയ്ക്കാൻ എപ്പിഡ്യൂറൽ എടുക്കുന്നത് അതിലൊന്നാണ്. നടക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുക എന്നതാണ് മറ്റൊന്ന്. ദിയയുടെ വീഡിയോയിൽ വാട്ടർ ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, വേദനിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. അപ്പോൾ അവർ വിശദമായി അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാട്ടിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന സ്ത്രീക്ക് തന്റെ ശരീരത്തിൽ ഇനി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു വിശദമായ ഐഡിയ കിട്ടുമോ എന്ന് സംശയമാണ്. അതുപോലെ എപ്പിഡ്യൂറൽ എടുത്താൽ ആ സമയം തൊട്ട് വേദന അറിയാതെയായിരിക്കും എന്നുള്ളതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് എപ്പിഡ്യൂറൽ എടുത്തിട്ടും പിന്നെ എന്തിനാണ് ഇവർ കരയുന്നത് എന്ന കമന്റ്സ് കണ്ടിരുന്നു. പ്രസവത്തിന് കോൺട്രാക്ഷൻ സമയത്തുണ്ടാകുന്ന വേദന ഒന്ന്, അത് കുറയ്ക്കാനാണ് എപ്പിഡ്യൂറൽ. എന്നാൽ കുഞ്ഞു വരുന്ന സമയത്തുള്ള പ്രഷർ അത് കുറയ്ക്കാൻ പറ്റില്ല. അസ്വസ്ഥത, ഒപ്പം പുഷ് ചെയ്യൽ ഇതൊക്കെ കൊണ്ട് തന്നെ പ്രസവം ഒരിക്കലും സുഖമുള്ള ഒരു ഏർപ്പാടായിരിക്കില്ല. കുറെ പേരുടെ സംശയം ഇനിയിപ്പോ ഇതൊക്കെ കണ്ട് പെണ്ണുങ്ങൾ പ്രസവിക്കാൻ മടിക്കുമോ എന്നാണ്. സത്യത്തിൽ സ്ത്രീകൾ അതെല്ലാം അറിഞ്ഞ് പ്രസവിക്കാൻ തയ്യാറെടുക്കുന്നതല്ലേ നല്ലത്. സ്വന്തം ശരീരത്തിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം അതിലേക്ക് കാലെടുത്ത് വെക്കുന്നതല്ലേ നീതി. യൂട്യൂബിൽ ചില സംഭവങ്ങൾ കാണിക്കാൻ പാടില്ല എന്നൊക്കെയുണ്ട്. അതുപോലെ മോണിറ്റൈസേഷനെ ബാധിക്കുന്ന സംഭവങ്ങളുമുണ്ട്. ഇത്തരം റെഗുലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ അൺഎഡിറ്റഡ് പ്രസവ വീഡിയോ ഇടാൻ വരെ പലരും തയ്യാറായി എന്ന് വരും. കാരണം സംഭവം എത്രത്തോളം ഷോക്കിംഗ് ആണോ അത്രയും റീച്ച് കിട്ടുമല്ലോ. എന്ത് തന്നെയായാലും നമ്മുടെ നാട്ടിൽ പ്രസവ സമയത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ഒരു വീഡിയോ കാരണമായി എന്നത് ഒരു സത്യമാണ്. അപ്പൊ എന്താണ് ആ ഒരു വീഡിയോയെ കുറിച്ചും നമ്മുടെ നാട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.